അതെ, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? എങ്ങനെ പോകുന്നു ലൈഫ്? പുതിയ വിശേഷങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു. എന്താ പറയാ, അതിന് നമ്മൾ കണ്ടതിന് ശേഷം ഒന്നും കൂടെ ബഹറിനെ പോയിട്ട് വന്നു. കാട്ടിലെ വിളയാടി നടന്ന മയിലെ വലയില്ലാമ പിടുത്ത് തീനും തിനയും കൊടുത്ത് നീരും നെരുപ്പും കൊടുത്ത് പാസൻ നേസം കൊടുത്ത് ഊരറിയാമ ഉലകറിയാമ അൻപുക്ക് പിൻപേ അൻപ് പെടാമ കണ്ടം തുണ്ടമാ വെട്ടി കളത്തിനെ പോട്ട് മാറ്റിണ്ടാക്കും ഇത് ശുദ്ധமான മയിലെണ്ണ. വീണ്ടും റാസൽ കൈമേ പോയി. ഇവൾ കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ട് ഈ റാസൽ കൈമിൽ വന്നിട്ട് എത്ര മാർക്കാണ് കിടന്നു കൊടുത്തിട്ടുള്ളതെന്ന് ചേച്ചിക്ക് അറിയോ? എന്റെ എത്ര ഫ്രണ്ട്സ്, അതായത് നമ്മൾ ഇവരുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്, ഈ മേഖലയുമായിട്ട് കണക്റ്റഡ് ആണ്. ഇവള് ശരീരം വിൽക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരുന്നതാണ്. പിന്നെ ഈ സ്വർണ്ണം കിടത്തുന്ന പറഞ്ഞാൽ ഈ സ്വർണ്ണം കിടത്തുന്നത് എങ്ങനെയാണ്? കോണ്ടത്തിന്റെ ഉള്ളിൽ സ്വർണ്ണം കയറ്റി നിറച്ചിട്ട് ഒന്നിൽ സാധനത്തിന്റെ ഉള്ളിൽ കയറ്റി വെക്കും, എന്നിട്ട് ഒരു പാഡിൽ ചുവന്ന കളർ ഒഴിച്ച് ഒട്ടിച്ച് ഷഡിയിൽ ഒട്ടിച്ച് വിടും. ഇത് പിന്നെ കുറച്ച് ആൽബങ്ങൾ ഇറങ്ങി, ആൽബത്തിന്റെ വിവാദങ്ങൾ ഇറങ്ങി. പിന്നെ എന്തുവാ, എനിക്ക് തോന്നുന്നേ ലാസ്റ്റ് നമ്മൾ ഇന്റർവ്യൂ നടന്നത് ലാലേട്ടന്റെ മദർ മരിച്ച അന്നാണ്. അതിന് പോയപ്പോഴും കുറെ വിവാദങ്ങൾ ഇറങ്ങി. കണ്ടായിരുന്നോ? ലാലേട്ടനൊക്കെ ഇപ്പൊ കുറച്ചു മുമ്പ് പോയിട്ടേ ഉള്ളു തിരുവനന്തപുരത്തേക്ക്. ശരി, ഓക്കെ. പൊന്നോ ഒടുക്കത്താ. പിന്നെ ഇപ്പോ ഒരു സമയത്ത് രേണു ചേച്ചിന്റെ ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചറപറ വന്നുകൊണ്ടിരുന്ന ഒരു എല്ലാ ചാനലും ഉണ്ടെന്ന് തോന്നല്ലേ? എല്ലാവർക്കും എന്നെ മതി. എനിക്കൊന്ന് മെയിൻ സ്ട്രീമിന്റെ ഒരു 100 എണ്ണം ഇടുമ്പോൾ മറ്റുള്ളവരുടെ ചാനൽ 2 എണ്ണം ഇടും. അങ്ങനെയായിരുന്നു. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ നിങ്ങളുടെ ആണല്ലേ? ആണ്. ഈ പൊതുവെ ഇപ്പൊ ഭയങ്കര കുറവാണ്. അതെന്ത് പറ്റി ഇപ്പൊ ഇന്റർവ്യൂസ് കൊടുക്കുന്നില്ല? ഞാൻ സത്യം പറഞ്ഞ ഇന്റർവ്യൂസ് കൊടുക്കാത്തൊന്നുമല്ല. ഞാൻ ഒരു ബഹറിനെ പോയിട്ട് ഈ മാസമല്ലേ ഇതിപ്പോ നമ്മൾ, എനിക്കൊന്ന് മെയ് ആന്ന് തോന്നുന്നു, മാർച്ച് മാസം ഫുള്ളും ഞാൻ ബിസി എന്ന് പറഞ്ഞാൽ ഇനോഗ്രേഷൻസ് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയ സമയമാണ്. ഈ രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വരുന്നത് സ്വർണ്ണക്കടത്തും ഡ്രഗ് മാഫിയയും തന്നെയാണ്. അവരുടെ മെയിൻ ആവശ്യം അതാണ്. പിന്നെ ശരീര വിൽപ്പന, അതായത് വേശ്യാവൃത്തി. ബഹറിനും റാസൽ ഗെയിമിലും അതും അവിടെ എല്ലാം ബാർ റെസ്റ്റോറൻറ്റുകൾ, നാട്ടില് ഫുള്ള് ബ്യൂട്ടി പാർലറുകൾ, ജ്വല്ലറി വരെ ഞാൻ ലാസ്റ്റ് ഇനോഗ്രേഷൻ ചെയ്തു. അപ്പം ആ ഒരു തിരക്കും കാര്യങ്ങളും പ്രോഗ്രാംസുമായിട്ട് ഞാൻ നല്ല തിരക്കായിരുന്നു. അത്രമാത്രം ക്യാഷ് കൊടുത്തിട്ട് അത്ര സ്പെഷ്യൽ സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് ആ പാപ്പിലോണിന്റെ അവന്മാര് ഇവിടെ ഇറക്കിയേക്കണത്. ഒരു ഡേയ്സിന് ഇവക്ക് 15,000 20,000 വാങ്ങിച്ചിട്ടാണ് ഇവന്മാര് ഇവിടെ ഇറക്കിയേക്കണത്. ബഹറിലും സെയിം തന്നെയാണ്. ഇവിടെ ശരീരം വിറ്റിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് പറഞ്ഞേക്കണത്. അവന്മാരും എത്ര 3 ലക്ഷം രൂപ എങ്ങാണ്ട് കൊടുത്തിട്ടാണ് അവളെ ഇവിടെ കൊണ്ടുവരണത്. എന്നിട്ട് ഇവന്മാരിവിടെ കിടന്ന് ഇവളെ ഓരോ രാത്രി ഓരോരുത്തന്മാർക്കല്ല, മണിക്കൂറാണ് ഇവളെ കാശ്. ഈ മണിക്കൂർ വെച്ചിട്ടാണ് ഇവളെ വിൽക്കണത്. അതിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ആൽബങ്ങൾ ഷൂട്ട്, ഒരു സിനിമയുടെ ഷൂട്ട്, അങ്ങനെയൊക്കെ ആയിട്ട് തിരക്കായോണ്ട് ഞാൻ ഇന്റർവ്യൂസ് അങ്ങനെ കൊടുക്കാറില്ലാണ്. ഇപ്പൊ കുറച്ച് ഈ ഒരു മെയ് മാസത്തിലാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ വീട്ടിലൊന്ന് ഇരുന്നത്, വെയിറ്റ് ചെയ്തിരുന്നത്. എപ്പോഴും ഫ്ലൈയിങ് ഓൾവേസ് അപ്പ് ഇൻ ദി എയർ. എന്നിട്ട് അങ്ങനെയാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് കിട്ടിയത് നിങ്ങൾക്ക്. അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. ഇപ്പോ ഈ ചേച്ചി പറഞ്ഞല്ലോ, ഒരുപാട് വിവാദങ്ങളും ഒരുപാട് കാര്യങ്ങളും രേണു സുധിയെ ചുറ്റിപ്പറ്റി കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ വന്ന ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രേണു ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്നൊരു കാര്യമാണ് കേൾക്കാൻ ഇടയായതായിരുന്നു. എന്റെ കർത്താവേ, ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ സകല മാരണങ്ങൾ ആദ്യമായി വന്നു കയറുന്നത് ഈ കരയിലേക്കാണല്ലോ. ശരിക്കും രേണു ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണോ? ഒന്നവിടെ എവിടെയെങ്കിലും ചെന്നിരിക്കൂ. കോടീശ്വരന്മാരെ ഇങ്ങനെ ശല്യം ചെയ്യരുത് പ്ലീസ്. ഇപ്പം ശരിക്കും ഇതാണോന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ 2 എണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. ഇതാരാ ഇത് പുറത്തു വിട്ടതാരാ നിങ്ങൾക്കൊക്കെ അറിയാം. എന്നെ വിടാതെ 1.5 വർഷമായിട്ട് എന്നെ വിടാതെ പിന്തുടരുന്ന കുറെ യൂട്യൂബേഴ്സ്, നെഗറ്റീവ് ഓളികൾ, എനിക്ക് നെഗറ്റീവ് ഇടുന്ന കുറെ യൂട്യൂബേഴ്സ്. അതിൽ കൂടുതൽ ഞാൻ പറയാനുള്ളത്, എന്നെ വിറ്റ് ക്യാഷ് ഉണ്ടാക്കുന്ന, എന്നെ നെഗറ്റീവ് പറഞ്ഞ്, പോസിറ്റീവ് അല്ല ഞാൻ ഉദ്ദേശിച്ചു, പോസിറ്റീവ് പറയുന്ന ഒരുപാട് പേരുണ്ട്, അവരുണ്ടാക്കട്ടെ, സന്തോഷം.
ഈ നെഗറ്റീവ് പറഞ്ഞ് മാത്രം കാശുണ്ടാക്കി എന്നെ എൻ്റെ ഫാമിലിയെ വലിച്ച് പിച്ച് ചീന്തി സൈബർ ബുള്ളിങ് ഏറ്റവും കൂടുതൽ വാങ്ങിത്തരുന്ന കുറച്ച് യൂട്യൂബേഴ്സ് ആണ് ഇത് പുറത്തു വിട്ടേക്കുന്നത്. അവൾക്കൊരു അസുഖമുണ്ടെങ്കിൽ, അവളൊരു പ്രശ്നത്തിലാണെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാകും. അതൊരു സപ്പോർട്ടാണ്. എനിക്ക് അവര് സ്ഥിരം കണ്ടന്റ് അല്ല, എനിക്ക് ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട്. ഞാൻ സോഷ്യലായി നിൽക്കുന്ന എല്ലാ സബ്ജക്റ്റും എടുക്കുന്നവളാണ്. റിലീജിയൻ എങ്കിൽ റിലീജിയൻ, രാഷ്ട്രീയമെങ്കിൽ രാഷ്ട്രീയം, സമകാലിക വിഷയമെങ്കിൽ സമകാലിക വിഷയം, പരദൂഷണമെങ്കിൽ പരദൂഷണ. ഇവിടെ എല്ലാ കൊട്ടേഷനും പോകും. ഇവിടെ അങ്ങനെയാണ്. അല്ലാണ്ട് ആളുകളെ എടുത്തു വെച്ച് ഊക്കല് മാത്രമല്ല. സമകാലിക വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് കൃത്യമായ കാര്യങ്ങളുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് കൃത്യമായ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ചാനൽ തന്നെയാണ് ഷെബീനാണത്. വ്യൂ കുറഞ്ഞാൽ പോലും ഞാനത് ചെയ്യാറുണ്ട്. എനിക്ക് എല്ലാത്തിനും വ്യൂ കിട്ടാറുമില്ല, കിട്ടുന്നത് മതി. പക്ഷെ എനിക്ക് പറയാനുള്ള ഞാൻ അവിടെ പറഞ്ഞിടും. അതിനാണ് ചാനൽ തുറന്നു വെച്ചിരിക്കുന്നത്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കമ്മിറ്റ്മെന്റ്. ഇപ്പൊ എന്റെ ലൈഫിൽ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട അസുഖം തന്നെ നമുക്ക് എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? എന്നാലും മരിച്ചു എന്ന് വെക്കാം നമുക്ക്. പക്ഷെ ഒരു ക്യാൻസർ പോലത്തെ വലിയൊരു മാരക അസുഖം തന്നെ അതിപ്പം എനിക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഞാനാണ് വെളിപ്പെടുത്തേണ്ടത്. ഉറപ്പായിട്ടും ഇങ്ങനെയുള്ളവർ എന്റെ പുറകെ വിടാതെ എന്റെ പുറകെ മണത്ത് നടക്കുന്ന കുറെ ഉണ്ട്. ഞാൻ എവിടെ പോകുന്നു, എന്തിനും അങ്ങ് പോവുക, കാർ എടുത്തോണ്ട് പോവുക എന്റെ പുറകെ. ഞാൻ അറിഞ്ഞതാണ്. ഒന്നും കൊടുക്കാനോ പണിക്കാർക്ക് പോലും ഒന്നും കൊടുക്കാനോ ഒക്കെ ഉള്ളതൊന്നും സാധിച്ചിട്ടില്ലായിരുന്നു. കാരണം നമ്മുടെ സാഹചര്യം എനിക്ക് ഞാൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ഇപ്പം നമ്മൾ സ്ത്രീകൾ 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ എല്ലാ മാസവും ഇല്ല അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യണം. ബ്രസ്റ്റ് ക്യാൻസർ ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഞാനും അതുപോലെ ചെക്ക് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു ഇതിൽ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ പോയതോ എന്തുവാട്ടെ, ഇനിയിപ്പം അങ്ങനെ എൻ്റെ പുറകെ നടന്ന് തെളിവുണ്ടാക്കി ഇങ്ങനെ ഈ സത്യവേദം ഇത് ഗൾഫിൽ നിന്നോ ദുബായിൽ നിന്ന് ഇത് ചെയ്തതാണെന്നും ഇതൊക്കെ എന്ത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണെന്നറിയോ ഇവർ ഈ പറയുന്നത്. ഒരു ഹോസ്പിറ്റലുകാരുടെയും എത്തിക്സിന് എതിരാണ് ആ ഹോസ്പിറ്റലുകാർ അവിടെ ചെയ്തെങ്കിൽ അത് ചെയ്തത്. സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പൊ എന്തുവാട്ടെ, ഇപ്പൊ ഒരു പനി വന്ന ഒരു രോഗിയുടെ പോലും അനുവാദമില്ലാതെ ഭർത്താവിനോട് പോലും പറയാൻ ഒരു ഡോക്ടർമാർക്കും ഒരു നേഴ്സുമാർക്കും ആർക്കും അധികാരമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പേഴ്സണൽ കാര്യമാണ് രോഗിയുടെ രോഗം. ഇത്രയും വലിയൊരു അസുഖം വന്നാലും വന്നില്ലേ അതിങ്ങനെ പുറത്തു വിടണമെങ്കിൽ അവരുടെ ഒരു ഇനിയിപ്പൊ അറിഞ്ഞെന്ന് വെച്ചോ, ഇവരിത് അറിഞ്ഞു, എന്തേലും ആട്ടെ, അതിനെ വിറ്റ് കാശാക്കുന്ന ഈ സ്ത്രീയോട് നമ്മൾ പറയേണ്ടത്. അതിനെ വിറ്റ് കാശാക്കിയോ, വ്യൂസ് കയറിയോ, ആ കാശല്ലേ അവര് വിഴുങ്ങേണ്ടത്. തീർത്താത്ത പറയട്ടെ, തീർത്താത്ത പറഞ്ഞോണ്ടിരിക്കട്ടെ. ഡ്രഗ് മാഫിയുടെ കാരിയറാണ് അവിടെ അമ്മച്ചിയാ ഡ്രഗ് മാഫിയുടെ ആർക്കും വിധവയൊന്നും അല്ല. അവള് വിധവയാന്ന് പറഞ്ഞ ഇപ്പം 3 or 4 മാറി മാറി ഭർത്താക്കന്മാരൊക്കെ ഉള്ളവളാണ്. എനിക്കറിയത്തില്ല അവൾക്ക് എന്താ സോക്കേടെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ആ തള്ള തനിച്ചേ ഉള്ളൂ. ആരേലും വരുന്നതിന് മുമ്പ് അവരെ അടി ചോദിക്ക് ചാക്കി കയറണം. നിനക്കതിനുള്ള കഴിവുണ്ട്. നമ്മൾ വെറുതെ ഇരുന്നാലും നമ്മളെ വന്ന് ചൊറിഞ്ഞ് മാന്തി നമ്മുടെ വായിന്ന് കേൾക്കണം. മനസ്സിലായ? അതാണ് ഉദ്ദേശ ലക്ഷ്യം. ഇപ്പോ എയർപോർട്ടിൽ വന്നിറങ്ങിയ കടത്ത് ഹവാല പണം ഇടപാട്, ഇതിനകത്ത് ഇവൾ ഇൻവോൾവഡ് ആണെന്നുള്ളത് എന്റെ സംശയമാണ് മുന്നോട്ട് വെച്ചത്. വന്നിറങ്ങിയ ഉടനെ തള്ള എന്റെ തലയിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. മുതുക്കി കേൾക്കാം. ഡ്രഗ് മാഫിയുടെ കാരിയറാണ് അവിടെ അമ്മച്ചിയാ ഡ്രഗ് മാഫിയുടെ കാര്യം. മനസ്സിലായോ? അവിടെ അമ്മച്ചിയാ ഡ്രഗ് മാഫിയുടെ കാര്യം. ഷെഫീന ബീവിയുടെ കിട്ടിയോ? അവിടെ അമ്മച്ചി. എന്റെ ഉമ്മ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ച സർവേയറായി റിട്ടയർ ആയ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയും സീനിയർ സിറ്റിസണുമാണ്. നിന്റെ തള്ളയെ പോലെ തങ്കുന്റെ ജട്ടിയും കഴുകി തങ്കു കൊണ്ടുവരുന്ന ആണുങ്ങളുടെ കൂടെയൊക്കെ കിടന്നു കൊടുക്കുന്ന അലവലാതി തള്ളയല്ല. മനസ്സിലായോടി? എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇതവ തന്നെയാണ് അവരും. പക്ഷേ നിന്നെ പോലെ ജട്ടിയും ഇട്ട് ആട്ടി കാണിച്ച് വട വിൽക്കാനുണ്ടേന്ന് മാസത്തിൽ 3 വട്ടം ഗൾഫിലേക്ക് പോയി വട വിറ്റിട്ട് വരുന്ന ആളും അല്ല. വല്ലപ്പോഴും ഒക്കെ ചെയ്യുമായിരുന്നു. സുചേട്ടന് എപ്പോഴും ഒന്നും ജോലി ഇല്ലല്ലോ. ഈ സെലിബ്രിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ, അതായത് മിമിക്രി ആർട്ടിസ്റ്റ് അല്ലായിരുന്നു അദ്ദേഹത്തിന് ഇപ്പം ജോലിയൊന്നും കാണത്തില്ല. ഈ പറയുന്ന രീതിയിൽ നീ എന്റെ ഉമ്മായെ പറഞ്ഞതുകൊണ്ടാണ് തിരിച്ചു പറയണത്. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനാ ഇപ്പൊ ഷെഫീന ഇതിങ്ങനെ പറയണേ? ഇതല്ലേ നമ്മുടെ ഉമ്മായൊക്കെ എന്തിനാ വിളിക്കുന്നേ? 100% ഞാൻ യോജിക്കുന്നു.
എന്റെ ഉമ്മ എവിടെയെങ്കിലും വന്ന് ഇങ്ങനെ ഒരു പ്രസൻസ്, എന്റെ മക്കളിൽ മൂത്തവളാണ് സുന്ദരി, ഇളയവളാണ് മറ്റത്, ഇളയവൾ ഫയറാണ്, എന്റെ മകൾ 4 നീളി ഇങ്ങനെ നടക്കും. എത്ര ആണുങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാലും ചായയും പഞ്ഞും ചായയും കൊണ്ടുവന്ന് അണ്ണാക്കി കുത്തി തിരികെ റൂമും തുറന്നു കൊടുത്ത് മോളെയും കൂടെ റൂമിനകത്തേക്ക് തള്ളുന്ന അടുക്ക തള്ള നിന്റെ തള്ളയാണ്, എന്റെ തള്ളയല്ല. മനസ്സിലായില്ലേ? നോക്കട്ടെ, ഈ ഫിറോസ് ഉൾപ്പെടെ പറട്ടെ വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്കുക. ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും? പറയടോ, താനൊക്കെ പറ. പറഞ്ഞിട്ട് ഈ ഒരു യൂട്യൂബ് വീഡിയോ അറിഞ്ഞിട്ട് ഒരുപാട് നല്ല മനുഷ്യർ അവരെന്നെ വിളിച്ച് സങ്കടത്തോടെ സംസാരിച്ചു. ഞാനിങ്ങനെ ബസ്സിലിരിക്കുമ്പോഴത്തേന് പുറകിൽ നിന്ന് വാവട്ടാന്ന് വിളിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ സൂചേട്ടൻ. അയ്യോ സൂചേട്ടനോ? അപ്പോൾ സൂചേട്ടൻ പറഞ്ഞു, വാവട്ടൻ ഞാൻ മരിച്ചൊന്നുമില്ല, വണ്ടി ഇടിച്ചപ്പോഴത്തേന് എൻ്റെ തല ഇടിച്ച് എന്നെ എല്ലാവരും കൂടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊണ്ട് കുഴിച്ചിട്ടാ വാവട്ടെ, എല്ലാവരും എന്നെ തുറിച്ച് നോക്കുന്ന എന്നാന്ന് ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചേട്ടൻ മരിച്ചെന്നോർത്താ എല്ലാവരും തുറിച്ച് നോക്കുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടൻ എവിടെ പോവാ? ഞാൻ സ്റ്റാർ മാജിക്കിന് പോവാ വാവട്ടാ. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇത്രയും ദിവസം മാറി നിന്നിട്ട് ഇനിയും പോവാണോ? കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഏട്ടനെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ കൊണ്ട് ചെന്ന്. അപ്പോൾ ആൾക്കാരെല്ലാം കാണാതെ പാത്ത് കൊണ്ടുപോയി. കാരണം മരിച്ചെങ്കിലും ഞങ്ങൾക്ക് സൂചിച്ചേട്ടൻ വരുവാണ്, എത്രയും ഞങ്ങൾക്ക് ആരും കാണണ്ട, ഏട്ടനെ ഞാൻ പാത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു കൊണ്ടുപോയി പകുതിയായപ്പോൾ ആള് മാഞ്ഞു പോയി. അപ്പോൾ എല്ലാവരും അടുത്തുള്ളവരൊക്കെ പറഞ്ഞു, രേണു സൂചിച്ചേട്ടൻ മരിച്ചതാ, അത് സൂചിച്ചേട്ടനല്ല, ആത്മാവ് വന്നാന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവര് പറഞ്ഞിട്ടല്ല എൻ്റെ ഒരു കാര്യം അറിയേണ്ടത്. എന്തുവാകട്ടെ ഈ വൃത്തികെട്ട സ്ത്രീ തന്നെ ഇവരെ ചുറ്റിപ്പറ്റിയുള്ള കാര്യം ഇതിനു മുന്നേ ഞാൻ ഒരുപാട് മെഡിക്കൽ അലിഗേഷൻസ് ആയിട്ട് ഇവര് പുറത്ത് വന്നിട്ടുണ്ട്. അബോർഷന്റെ കേസ് കേട്ട് വരെ വന്നിട്ടുണ്ട്. പിന്നെ എനിക്കിപ്പോ ഈ കൊച്ചിനെ അങ്ങോട്ട് തീർത്തിട്ട് എനിക്കിപ്പോ എന്തര ഉണ്ടാക്കാൻ പോവുകയല്ലേ? എന്താണ് നടന്നതെന്ന് ഞാൻ വളരെ പൊതിഞ്ഞാണ് പറഞ്ഞത്. നിന്റെ ഫോളോവേഴ്സെന്നും നിന്റെ ഗുണ്ടകളെയും എന്നെ ആക്രമിക്കാൻ വിടുമ്പോ ഓർത്തുകൊള്ളുക, ഞാൻ 90 പറയൂ, 10 ഞാൻ പിടിക്കും. പക്ഷെ എന്നെ കൊണ്ട് 100 പറയിക്കുന്നത് നീ തന്നെയാണ്. ഇത് നീയാണ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. മറിയേരമ്മേരാട്ടുകുട്ടി മണിയന്റെ മേര സോപ്പ് പട്ടി, മറിയേരമ്മേരാട്ടുകുട്ടി മണിയന്റെ മേര സോപ്പ് പട്ടി, ആട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന കുട്ടപ്പട്ടി.